ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയുടെ വീടാണ്. ആഹാരം വിളമ്പി വയ്ക്കാനായി പ്രകാശൻ പറയുമ്പോൾ പ്ലേറ്റ് വെച്ചതിന് ശേഷം വെള്ളവും എടുത്തു കൊടുക്കുകയാണ് സുചിത്ര. നീ ആഹാരം എടുത്തുകൊണ്ടുവാ, വിശക്കുന്നെന്ന് പ്രകാശൻ പറയുമ്പോൾ ഒരു പ്ലേറ്റിൽ കഞ്ഞിയും ഒരു പ്ലേറ്റിൽ 2-3 പച്ചമുളകും കൊണ്ട് സുചിത്ര വെച്ച് കൊടുക്കുന്നു. ഇതെന്താ കഞ്ഞിയോ? ഞാൻ കഞ്ഞി കുടിക്കില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ സുചിത്ര പറയുകയാണ്, ഇവിടെ ഉള്ളതല്ലേ തരാൻ പറ്റൂ. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന ചന്ദ്രിക പറയുകയാണ്, ഇനി ഇതൊക്കെ കഴിക്കണം, ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമാണ്. അതേസമയം മനോജ് പ്രകാശനെ നോക്കിയിരിക്കുന്ന കാണുമ്പോൾ പ്രകാശൻ പറയുകയാണ്, എനിക്ക് കഞ്ഞിയെങ്കിലുമുണ്ട്, ഇവിടെ ചിലർക്കൊന്നും അതുപോലുമില്ല. ഇത് കേൾക്കുന്ന മനോജ് ഹരിതയോട് ഫുഡ് എടുത്തുകൊണ്ടുവരാനായി പറയുകയാണ്. ഇത് കേൾക്കുന്ന ഹരിത ഫുഡും കൊണ്ട് മനോജിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ അവർ പൊതി തുറക്കുമ്പോൾ അത് കണ്ട് കൊതിയോടിരിക്കുകയാണ് പ്രകാശൻ. ഇവർക്ക് രാജകീയ ഭക്ഷണം പൊറോട്ടയും ചിക്കനും, ഞാനിവിടെ കഞ്ഞി കുടിക്കുന്നു, ഇതങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. പ്രകാശൻ എങ്ങനെയൊക്കെയോ കഞ്ഞി കുടിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടുവരുന്ന വന്ദന മനസ്സിൽ പറയുകയാണ്, അവിടെ വർഷയുടെ ജീവിതം തന്നെ ആപത്തില്ല. അപ്പോഴേ ഇവിടെ ആഹാരം കഴിക്കാൻ വരെ ഇവർ അടിയുണ്ടാക്കുന്നത്. അത്രയും പറഞ്ഞ് വന്ദന അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന അച്ചമ്മയാണ്. തൻ്റെ എല്ലാ സങ്കടങ്ങളും വന്ദന അച്ചമ്മയോട് പറയുകയാണ്. അച്ഛൻ ഇതിലൊന്നും ഇടപെടാതെ നടക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അച്ഛൻ ഇടപെട്ടാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളെന്ന് വന്ദന പറയുമ്പോൾ ഇനി നീയും കൂടി ഓരോന്ന് പറഞ്ഞവനെ വേദനിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് അച്ചമ്മ പറയുന്നു. ഇത് കേൾക്കുന്ന വന്ദന അകത്തേക്ക് പോവുകയാണ്. എൻ്റെ അച്ഛനെയും കുടുംബത്തെയും എല്ലാം തന്നെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനും മറ്റുള്ളവരെ പോലെ മാറി നിൽക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കുമെന്ന് എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എന്താണെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്ന് മനസ്സിലുറപ്പിക്കുകയാണ് വന്ദന. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഓഫീസിലേക്ക് പോകാനായി റെഡിയായി ഇറങ്ങുന്ന വന്ദനയാണ്. യാത്ര പറയാനായി ദിയമോളെ എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും എവിടെയും കാണാൻ സാധിക്കുന്നില്ല. എൻ്റെ ഈശ്വര, ഇനി ഒരു പക്ഷേ ഇവിടുത്തെ വഴക്കൊക്കെ കാരണം എൻ്റെ മോള് ഇറങ്ങിപ്പോയി കാണുമോ എന്നുള്ള ടെൻഷനോടെ വന്ദന എല്ലായിടത്തും ദിയമോളെ തിരയുകയാണ്. അവസാനം വീടിൻ്റെ ഒരു കോണിൽ നിന്നും ദിയമോളെ കാണുന്നു. മോളെന്താ ഇവിടെ വന്ന് മാറിയിരിക്കുന്നതെന്ന് വന്ദന ചോദിക്കുമ്പോൾ അതൊന്നുമില്ലെന്ന് ദിയമോള് പറയുന്നു. മോള് കരഞ്ഞോ എന്ന് വന്ദന ചോദിക്കുമ്പോൾ അത് പിന്നെ കണ്ണിലൊരു പൊടി വീണതാണെന്ന് ദിയമോള് പറയുകയാണ്. വന്ന് വന്ന് മോളും കള്ളം പറയാൻ പഠിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വന്ദനാമ്മേ, കുറേ കുട്ടികൾ സ്കൂൾ ബാഗും യൂണിഫോമും ഒക്കെ ഇട്ട് പോകുന്ന കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോയതാ. അതിനെന്തിനാ എൻ്റെ മോളെ വിഷമിക്കുന്നത്? എൻ്റെ മോളുടെ കാല് ശരിയാകുമ്പോൾ വന്ദനാമ്മയും മോളെ സ്കൂളിൽ വിടുമല്ലോ. അതിനൊക്കെ ഒത്തിരി പൈസ ആകില്ലേ? എൻ്റെയും വിനുവങ്ങളുടെയും ഒക്കെ ചിലവ് വന്ദനാമ്മയല്ലേ നോക്കുന്നത് എന്നൊക്കെ ദിയമോള് പറയുമ്പോൾ അത്രയും ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും മോൾ ആലോചിക്കേണ്ടെന്നും എന്താണെങ്കിലും മോളെ ഞാൻ സ്കൂളിൽ അയച്ചിരിക്കുമെന്നും പറഞ്ഞ് ദിയമോളോട് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ് വന്ദന. പിന്നീട് കാണിക്കുന്നത് ജഗനെയാണ്. ഡോക്ടർ കാർത്തിക ജഗനെ വിളിച്ചിട്ട് 10 മണിക്ക് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നു. എന്താണെങ്കിലും വിളിച്ചു പറഞ്ഞതിന് നന്ദിയുണ്ട് ഡോക്ടർ, കൃത്യസമയത്ത് തന്നെ ഞാൻ അങ്ങോട്ടേക്ക് എത്തിയേക്കാമെന്ന് ജഗൻ പറയുന്നു. ദിയമോളും വന്ദനയും എൻ്റെ സ്വന്തം തന്നെയാണെന്ന് ജഗൻ മനസ്സിൽ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ ഓഫീസാണ്. വിക്രമിൻ്റെ ഓഫീസിലെ ഫയലുകൾ തിരയുകയാണ് വന്ദന. അല്ല, വന്ദന എന്താ തിരയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വക്കീൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അത് പിന്നെ ആ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഫയലാണ്, ഞാൻ എല്ലാ ഫയലും ആൽഫബറ്റിക്കൽ ഓർഡറിൽ വയ്ക്കുകയായിരുന്നെന്നും വന്ദന പറയുമ്പോൾ ആ കമ്പനിയുടെ ഫയലൊന്നും വന്ദന എടുക്കണ്ടെന്ന് വക്കീൽ പറയുന്നു. സാർ, എനിക്ക് അല്പം നേരത്തെ പോകണമായിരുന്നു, മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. അതിന് വന്ദനയുടെ കല്യാണം കഴിഞ്ഞതാണോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അല്ലെന്നും രാജീവ് സാറിൻ്റെ കുട്ടിയെ ഞാൻ എടുത്തു വളർത്തുകയാണെന്നും വന്ദന പറയുന്നു. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചെയ്യില്ലെന്ന് വക്കീൽ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.